ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഷവർമ പോള എന്നൊക്കെ പറയാം. ഷവർമയുടെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ളൊരു പോളയുടെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, അതുപോലെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി കാബേജ്, ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു വലിയ ക്യാരറ്റ്, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഇത് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 5 എടുക്കാം, വലുതായതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിൽ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. കൂടുതൽ മയോണൈസിൻ്റെ അത്രയും തിക്നെസ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഒരു പാത്രത്തിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കന് പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദ എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മയോണൈസ് ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മറ്റുള്ളതിലെല്ലാം ഞാൻ ഉപ്പ് കൂടുതൽ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു ബാറ്ററിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഞാനിത് ഫ്രൈ പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സോസ് പാനിലൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക, അപ്പോൾ ഉള്ളൊന്നും അത്ര വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിട്ടാനായിട്ടാണ് ഫ്രൈ പാനിൽ ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് ആദ്യം പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കാം. ഞാനിവിടെ പാനിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ഓൾറെഡി ഇതിൽ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് ഓയിലൊന്നും പുരട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫില്ലിങ്സ് എല്ലാം ഇതിലിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ എല്ലാ ഭാഗത്തേക്കായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 30 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. ഫ്രൈ പാനിലായതുകൊണ്ട് തന്നെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സോസ് പാനിലൊക്കെ ആണെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടാൻ കുറച്ച് പാടുപെടും. അടിയിലൊരു തവ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഉൾവശമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുകൾ വശം ഇത്തിരിയും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അടിവശം കണ്ടില്ലേ, ഇത് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. മുകൾ വശം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളെല്ലാം പുറം വശം ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ഒരാൾക്ക് ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക്